ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നക്കുട്ടി വ്ളോഗ്സ്. അന്നക്കുട്ടിയുടെ തിരുവോണം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം നമുക്ക്. അന്നക്കുട്ടിയുടെ വീട്ടിലിട്ട പൂക്കളാണിത്. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്, സുബ്രഹ്മണ്യ ക്ഷേത്രമാണത്. അപ്പോൾ നമുക്ക് വളരെ അടുത്തായതുകൊണ്ട് തന്നെ പോയി വരാനെല്ലാം എളുപ്പമാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണത്. നമ്മൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് തൊഴാനൊക്കെ പറ്റി. അന്നക്കുട്ടിക്ക് എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ്. മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറോണിന്റെ. നമ്മൾ തൊഴുതിറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ്. തിരുവോണ ദിനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തറവാട്ടിലാണ് നമ്മൾ ഒത്തുകൂടാറ് എല്ലാ വർഷവും. ഇത് അന്നമോളുടെ പപ്പയുടെ തറവാടാണ്. കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇവിടെയാണ് കൂടാറ്. ഇത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലാണ്. പാട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ബേബീസൊക്കെ ഡാൻസ് തുടങ്ങി. കിച്ചണിൽ നമ്മുടെ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ഇതാ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അച്ഛന് നമുക്ക് പുറത്തേക്ക് കാരണന്മാർക്ക് വേണ്ടി വെക്കാനുള്ളതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതൊക്കെ എടുത്ത് മാറ്റി ഇലകളിലൊക്കെ ആക്കി വെക്കുകയാണ്. പായസം ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് തണുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതിൻ്റെയൊക്കെതായ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നമോളും ആമിയും സ്റ്റിൽ ഡാൻസിങ് ആണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അവിടെ ചെറിയച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടീസ് എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. അതിന് ശേഷം അമ്മമാരെല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. അങ്ങനെ ഓരോ ടീമായി എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണം ഇവിടെ കഴിയുകയാണ്. പിന്നെ നമ്മൾ ഇത് അമ്പലത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഓണം ഹാപ്പി ആഘോഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.